ഇതൊരു ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന പിക്ചറാണ്. അതിൽ എത്ര പ്രൊപ്പോർഷൻ ഓഫ് നമ്പർ ഓഫ് സ്പീഷീസ് ഓരോ മേജർ ടാക്സ് പ്ലാന്റ്സ്, ഇൻവെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സ്, സോ ഇൻവെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സ്, പ്ലാന്റ്സ്, അതിലൊക്കെയുള്ള നമ്പർ ഓഫ് സ്പീഷീസുകൾ ഏതൊക്കെയുണ്ട് എന്നാണ് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് നമ്പറാണ് ഏകദേശം ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഒരു ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി, അതായത് ആഗോള ജൈവ വൈവിധ്യത്തിൻ്റെ പ്രദർശനമാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് എത്ര നമ്പർ ഓഫ് സ്പീഷീസ് ഓരോ ടാക്സയിലും പ്ലാന്റ്സിലും വെർട്ടിബ്രേറ്റ്സും ഇൻവെർട്ടിബ്രേറ്റ്സിലും എത്രയുണ്ട് നമുക്ക് നോക്കാം. സോ ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെയാണിത്. ഇൻവെർട്ടിബ്രേറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ് ആ അനിമൽ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ 70% എന്താണ് ഇൻസെക്റ്റുകളാണ്. ഇത്രയും കണ്ട നമ്മൾ ആർത്രോപോഡ എന്നൊക്കെ പറയുന്ന ഫൈലം 70% ഇൻസെക്റ്റുകളാണ്. സോ ഇത്രയും ഇൻസെക്ട്സാണ്, ഇത്രയും പോർഷൻ എന്താണ് ഇൻസെക്റ്റുകൾ, ഒരു 70%. പിന്നെ ഇത്ര ഭാഗം മൊളസ്ക, പിന്നെ ഇത്ര ചെറിയ ഭാഗം ക്രസ്റ്റേഷ്യൻസ്, പിന്നെ ഇതാണ് മറ്റ് അനിമൽ ഗ്രൂപ്പ്സുകൾ. സോ അനിമൽ ഗ്രൂപ്പ്സുകൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് നമ്മുടെ ഇൻസെക്റ്റുകളാണ്. അത് എത്ര 70% എന്ന് പറയും. സോ ഓരോ 10 അനിമൽ എടുത്താലും അതിൽ 7 എണ്ണം ഇൻസെക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. സോ ഇത്രയും ഇൻസെക്ട്സ് ആണ്, ഇത്ര മൊളസ്ക, ഇത് ക്രസ്റ്റേഷ്യൻ, ഈ വയലറ്റ്, പിന്നെ ഇത് മറ്റ് അനിമൽ ഗ്രൂപ്പ്സ്. അതുപോലെ നമ്മുടെ വെർട്ടിബ്രേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ വെർട്ടിബ്രേറ്റ്സിൻ്റെയാണ് കാണിച്ചേക്കണേ. അവിടെ പ്രൊപ്പോർഷനേറ്റ് നമ്പർ ഓഫ് സ്പീഷീസ് ഓഫ് മേജർ ടാക്സ നോക്കുമ്പോൾ വെർട്ടിബ്രേറ്റ്സിൽ ഏതാ വരണം നോക്കി, ഇത്രയും ഭാഗം ഫിഷസ് ആണ്, ഇത്രയും ഫിഷസ്, ഇത്രയും മാമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ്. സോ ഇത് ആംഫീബിയൻസ് ഇത്രയും പെർസെൻറ്റേജ്, ഇത്രയും റെപ്റ്റൈൽസ് ഉണ്ട്, അതിനേക്കാളും കൂടുതലുണ്ട് റെപ്റ്റൈൽസ്, പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ് ബേർഡ്സ്. മാമൽസ് ഇവിടെ നോക്കുമ്പോൾ അത്ര കുറവാണ്, പക്ഷേ ഫിഷസ് നോക്കിയേ, ഫിഷസ് കുറേ ഉണ്ട്, പകുതിയോളം ഫിഷസ് ആണ്. ഇത്രയും എമൗണ്ട് തന്നെയാണ് നമ്മുടെ ഫിഷസ് വരുന്നത് വെർട്ടിബ്രേറ്റ്സിൽ. ഇനി പ്ലാന്റ്സിൻ്റെ മേജർ ടാക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രൊപ്പോർഷനേറ്റ് നമ്പർ നോക്കിയേ. സോ മോസസ് വളരെ കുറച്ച് ഭാഗമാണ്, മോസസ്, ഫേൺസ്, പിന്നെ ആൻജിയോസ്പേംസുകൾ, ഫ്ലവറിങ് പ്ലാന്റ്സുകൾ, ലൈക്കൻസ് വളരെ കുറവാണ്, പിന്നെ ആൽഗെ. സോ ഇത്രയും ആൽഗെ, ലൈക്കൻസ്, ആൻജിയോസ്പേം, ഫേൺസ്, മോസസ്, അത്ര തന്നെ ഓൾമോസ്റ്റ് അതിൻ്റെ തന്നെ ടോട്ടൽ കമ്പോസിറ്റ് വരുന്നുണ്ട്. എത്ര ഫംഗൈ നമ്മൾ പറഞ്ഞതാണ് അത്രയും കൂടുതൽ. ഇവരോ എല്ലാവരുടെയും കൂടി ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ എന്ത് വരുന്നുണ്ട്, ഫംഗൈ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ആഗോള ജൈവ വൈവിധ്യത്തിൻ്റെ പ്രദർശനം. സോ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പിക്ചർ. അവിടെ ഓരോ ടാക്സയിലും നമ്മുടെ പ്ലാന്റ്സിൻ്റെയും വെർട്ടിബ്രേറ്റ്സും ഇൻവെർട്ടിബ്രേറ്റ്സിലും അവിടെ പ്രൊപ്പോർഷനേറ്റ് നമ്പർ ഓഫ് സ്പീഷീസുകൾ എത്രത്തോളം വരുന്നുണ്ടെന്ന് നമുക്ക് ഈ പിക്ചറിലൂടെ മനസ്സിലാക്കാം.